ഹലോ ഫ്രണ്ട്സ്, സുഹൈലരിക്ക, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ദമാമിന്ന് പോവുകയാണ്. ദമാമിന്ന് നേരെ ബഹ്റൈന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ബഹ്റൈന് പോകുമ്പോൾ അതെ ഈ കാണുന്ന ടോളാണ്. ഇവിടുന്ന് നമ്മൾ ഈ ബ്രിഡ്ജിനുള്ള ടോള് പേയ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുക. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് ടോള് കൊടുത്തുകൊണ്ട് നേരെ പോവുകയായിട്ടുള്ള ബ്രിഡ്ജ് ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ അടുത്താണ് ഇവിടുന്ന് ബഹ്റൈനിലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയോക്കാം. കാരണം ആ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് മാക്സിമം കാണാം. ബഹ്റൈൻ്റെ മാക്സിമം ഭാഗങ്ങളും നമുക്ക് കാണാൻ ശ്രമിക്കും. ഇവിടെ ഒരു ബീച്ചുണ്ട്, നല്ല അടിപൊളി ബീച്ച്. ഈ ബീച്ച് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൂടി വണ്ടി പോലെ സെന്യായപ്പോൾ കണ്ടിട്ടോ. അതിൻ്റെ അടിയിൽ കൂടി നല്ല സെറ്റ് സ്ഥലത്തിൽ ഇതാണ് നമ്മൾ പോകാനുള്ള ബ്രിഡ്ജ്. ഇതേ കിടക്കുന്നു, അതാണ് നമ്മൾ പോണ ബ്രിഡ്ജ്. ഇപ്പം നോക്കാണ് ഇനിയുള്ള വ്യൂ വെറുതെ ഇതാണല്ലേ. ഈ കടൽ നീണ്ടു കിടക്കുന്ന കടലും കടലിൻ്റെ മുകളിലൂടെ പോണ ഈ ഒരു പാലം. കടലിൻ്റെ നടുവ് കൂടി ഒരു പാലല്ലേ, എന്താ രസം. സംഭവം രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളൊരു പാലാണ്. ഈ ഒരു ഒറ്റ പാലത്തമ്മ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടു. അതായത് സൗദി അറേബ്യ എന്ന വലിയ രാജ്യവും ബഹ്റൈൻ എന്ന ചെറിയൊരു രാജ്യമല്ലത്. പക്ഷേ ഈ ഒരു പാലം വന്നതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങൾ നല്ല അടുപ്പത്തിലായില്ലേ. അപ്പോൾ നമുക്ക് സൗദിയിൽ വരുന്ന ആൾക്കാർക്ക് ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ബഹ്റൈനിൽ പോകാം. മെയിൻ ബിൽഡിങ് കിങ്ഡം ഓഫ് ബഹ്റൈന് ഗവൺമെൻറ് ടവർ ആൻഡ് സർവീസിങ്. ഓക്കെ, ഈ പാലത്തിൻ്റെ അവിടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലൊരു എന്താട്ടില്ലേ, ഒരു ദ്വീപ് പോലെ ഐലൻഡ് പോലെ ഉണ്ടാക്കിയതാണത്. ഇതിൻ്റെ അകത്താണ് എമിഗ്രേഷനും തോന്നുന്നുട്ടില്ല. ഇതിൻ്റെ ഇവിടെയാണ് മെയിൻ ഓഫീസും കാര്യങ്ങളൊക്കെ. ഇവിടെ അതേ മെയിൻ ബോർഡ് കാണുന്നുണ്ട്, അതായത് കിങ്ഡം ഓഫ് ബഹ്റൈൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഇതിൻ്റെ എമിഗ്രേഷൻ ഉണ്ടാവും. അതായത് ബഹ്റൈനിലോട്ട് കയറുന്നതിൻ്റെ എമിഗ്രേഷൻ ഉണ്ടല്ലോ, സൗദി ബോർഡർ മുറിച്ച് കിടക്കുമ്പോൾ അത് ഇവിടെയാണ് ഇട്ടലി കാണുന്നത്. ഇത് നമ്മുടെ സൗദിയുടെ എമിഗ്രേഷൻ ആയിട്ടില്ല. അതായത് സൗദിയിൽ നിന്ന് നമ്മുടെ എക്സിറ്റ് ആകുന്നതിൻ്റെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ആ ഗേറ്റാണ് ഈ കാണുന്നത്. ഈ എമിഗ്രേഷൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇട്ടലി, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ എമിഗ്രേഷൻ ഗേറ്റ് ആയിട്ടില്ല, സൗദിയുടെ എമിഗ്രേഷൻ ഗേറ്റാണ്. അതാ ബഹ്റൈനിക്ക് കയറുന്നതിൻ്റെ മുമ്പിലെ ഗേറ്റാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇട്ടലി. അപ്പം അങ്ങനെ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള സൗദിയുടെ എമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നീങ്ങിങ്ങോട്ട് എടുക്കുകയാണ് ഫ്രണ്ടിലേക്ക്. അപ്പം ഇനി ഇവിടുന്ന് പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ സ്റ്റാമ്പ് ചെയ്തത് ഒന്ന് കൺഫേം ആക്കും അടുത്ത ഗേറ്റിൽ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബഹ്റൈനിലോട്ടിട്ടില്ലേ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഇവിടെ അടുത്തൊരു എമിഗ്രേഷൻ കാണുന്നുണ്ട്. ഇത് ആണോ വണ്ടി ചെക്ക് ചെയ്യണം, അതാണോ എന്ന് ഡൗട്ട് ഉണ്ട് ഇട്ടില്ലേ. ബഹ്റൈനിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇത് ഫുള്ള് പാലാണ്, ഒരു 1 ലെങ്ത് പാലാണ്. അതായത് ദമാമ് മുതൽ ബഹ്റൈൻ വരെ കടലിൻ്റെ നടുവിലൂടെ പാലാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ദ്വീപ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാ എമിഗ്രേഷൻ പ്രോസസ്സും നടക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ സൗദിയുടെ എമിഗ്രേഷൻ പ്രോസസ്സ്, അത് കഴിഞ്ഞ് അതിൻ്റെ ആ എമിഗ്രേഷൻ കൺഫേം ആണോ എന്നൊരു ജസ്റ്റ് ചെക്ക് ചെയ്യുന്നൊരു കൗണ്ടർ. പിന്നെ അടുത്തത് വരുന്ന സമയത്ത് ബഹ്റൈൻ്റെ എമിഗ്രേഷൻ പ്രോസസ്സ്, അത് കഴിഞ്ഞ് അത് ജസ്റ്റ് കൺഫേം ആക്കി അവിടുന്ന് നമ്മൾ ബഹ്റൈനിലോട്ടുള്ള ഇൻഷുറൻസും പാടെ എടുത്ത് പിന്നെയും ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ദ്വീപ് കഴിഞ്ഞ് ഏകദേശം ആ ദ്വീപിൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെയും കടൽ ഇതേ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയല്ലേ. ഇത് ഈ പോക്കന്നെ രണ്ട് സൈഡ് കടൽ, നടുവിലൂടെ ഇതേ ഇതുപോലത്തെ പാലം. അതാണ് ഫുള്ള് കടലാണ്. ഇത് പിടിച്ച് അങ്ങനെ കഴിയാൻ പോകട്ടിലും പിടിച്ച് തീർന്ന് ഇനിയിപ്പോൾ ഇതേ കര തുടങ്ങി. ഇത്രയും നേരം നമ്മൾ പോകുന്നത് ഇതേ ഈ കടലിൻ്റെ സൈഡ് കൂടിയായിരുന്നു. ഇതിങ്ങനെ കഴിഞ്ഞിങ്ങനെ തിരിയുമ്പോൾ നേരെ ഫ്രണ്ടിൽ ഇതേ കര തുടങ്ങി. ഇപ്പോൾ ബഹ്റൈൻ്റെ കരയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും കടൽ കഴിഞ്ഞിട്ടില്ല, പിന്നെയും ഫ്രണ്ടിൽ വന്നപ്പോൾ ഇതേ പിന്നെയും കടൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കരയെന്ന് പറഞ്ഞല്ലോ, അത് കരയല്ല, കരയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ തുടങ്ങിയിട്ടില്ല. അവിടുന്ന് പിന്നെയും ഫ്രണ്ടിൽ വരുന്ന സമയത്ത് പിന്നെയും കടൽ ഇതുപോലെ കടലാണ് ഇല്ലേ. പക്ഷേ ഏകദേശം കര എത്താനായി. അങ്ങനെ നമ്മൾ കടൽ കഴിഞ്ഞ് നേരെ കരട്ടിൽ. ദമാമെന്ന് നമ്മൾ ഫുഡ് കഴിക്കാതെ ഇറങ്ങിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിക്കണം. അത് മറ്റേ അന്നലെ രാവിലെ നീറ്റാട് തപ്പിയപ്പോൾ ഒന്നും നല്ല ഫുഡൊന്നും കിട്ടിയില്ല. ഇന്നലെ ഫുള്ള് മന്തി, ആകെ ഉച്ചക്ക് നല്ലൊരു ചോറാണ് കിട്ടിയത്. ഇതെന്താ കിണ്ടമാളോ
എവിടെ എമ്മ വേണ്ടെന്ന് അല്ല എമ്മ കഴിച്ച് പിരാന്തായി. കാരണം വേറെ ഒന്നും കിട്ടാനുമില്ല. അപ്പോൾ നമ്മൾ ബഹ്റൈനിലേക്ക് കയറിയപ്പോൾ അതേപോലെ ഇവിടെ നല്ലൊരു ബിൽഡിങ് കിങ്ഡം മാൾ. അപ്പോൾ ഇത് മാളാണല്ലേ. കയറിയപ്പോൾ നമുക്ക് ദമാമൊക്കെ അറിയില്ലാറേ കുറച്ചും കൂടി എന്തൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദമാമെന്ന് കഴിച്ചിട്ടില്ല. കാരണം രാവിലെ നേരെ നീറ്റ് പോകുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ബഹ്റൈനിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. കാരണം വലിയ ലെങ്ത്ത് റണ്ണിങ് ഒന്നും ഇല്ലല്ലോ. അവിടെ ഇന്നലെ തപ്പിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തപ്പാൻ നിന്നില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ബഹ്റൈനിൽ നമ്മൾ കയറിയപ്പോഴേ ഒരു ഖത്തറിൻ്റെ ഒക്കെ ഒരു ചെറിയ മിനിയേച്ചർ രൂപം, അങ്ങനെയല്ല മീൻസ് ഒരു കുറച്ചും കൂടി ഒരു ഖത്തറിലൊരു വൃത്തിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വൃത്തിയൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ റോഡ് സൈഡും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ദമാമ് കയറുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്തിരുന്നില്ല. ഈ ഏരിയയൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡിംഗ് ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല വലിയ ബിൽഡിംഗ് ഉണ്ട് ഈ ഭാഗമൊക്കെ. സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോർലേഷൻ്റെ ഒക്കെ ചെറിയ രൂപം. അത്യാവശ്യം ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര വലിയ ടവറൊന്നും നമ്മൾ ശരിക്കും ദമാമ് കണ്ടിട്ടില്ല. ദമാമിലൊന്നും ഇത്ര വലിയ ടവർ കണ്ടിട്ടില്ല. എനിക്കൊന്നും ദമാമിലെ ഡെവലപ്മെൻറ്റ് ഈ ഭാഗത്താണ്. അതൊക്കെ നമ്മുടെ ഉണ്ട് നമ്മുടെ ലുലു മാള്. അപ്പോൾ അതും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ സംഭവം ഉണ്ടല്ലേ ഈ ബഹ്റൈനിൽ. ക്യാരിഫോറ് ഈ ഏരിയയൊക്കെ നല്ല സെറ്റ് ഏരിയ ഇട്ടില്ലേ. നല്ല രസമുണ്ട് ഈ ഏരിയയൊക്കെ കാണാൻ. ഓ ഇവിടെയൊക്കെ എന്താ ഇല്ലെന്ന് ഷിപ്പും ബോട്ടൊക്കെ കാണുന്നുണ്ട് അവിടെ സെറ്റിൽ. കാരണം നമുക്ക് ഇവിടുത്തെ ഏരിയനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലേ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ഇപ്പം ഇന്ന് വണ്ടി കയറും. നമ്മളെ ഫ്രണ്ടിൻ്റെ കസിൻസ്. അപ്പോൾ അവർ ഇവിടെ തന്നെയാണ്. അപ്പോൾ അവരെയും കൂട്ടിയും കൊണ്ട് നമുക്ക് കറങ്ങി. അപ്പോൾ ഞാൻ ആദ്യത്തെ പരിപാടി ഫുഡായിട്ട് ഈ ചെങ്ങായി ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ്. ഓൻ ഇവിടുത്തെ എല്ലാ ഏരിയ അറിയുന്ന പറഞ്ഞാണ്ട് ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫുഡ് തപ്പിങ്ങോട്ടിരിക്കുക. ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഓരോ ഉറങ്ങുകയാണ്. ഇതുവരെ ഫോൺ കൊടുത്തിട്ടില്ല. ബഹ്റൈൻ്റെ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഖത്തറിൻ്റെ മറ്റേ ഫനാർ മോസ്കോ കാണുന്ന പോലെ ഇവിടെ ഖത്തർ ബഹ്റൈൻ്റെ ഇതിലൊക്കെ കാണാമല്ലോ നമ്മൾ. ആ ഒരു ബിൽഡിങ്ങാണിത് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടിട്ടില്ല റോഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഏകദേശം ഒരു ഖത്തറിൻ്റെ അതേ സ്റ്റൈൽ തന്നെ. ഇവിടെ വേറൊരു സംഭവം ഉണ്ടല്ലേ. ഇവിടെ ഇതൊക്കെ പെയ്ഡ് പാർക്കിംഗ് ആയിട്ട് നമ്മൾ ദുബായ് സിസ്റ്റം ഉണ്ടല്ലോ, കോയിനിട്ടുങ്ങാണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. അങ്ങനെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഈ ഏരിയ മൊത്തം. അപ്പം ബഹ്റൈനിലെ ചില ഭാഗങ്ങളും അങ്ങനത്തെ പാർക്കിങ് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഖത്തറിൽ ഇതുവരെ അത് എത്തിയിട്ടില്ല. എന്നാ വരികയെന്നാവോ. ഇവര് റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയാണ്. റെസ്റ്റോറൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇവിടെയൊക്കെ ഇത് ലോക്കൽ സ്ട്രീറ്റ് പോലെ ആയിട്ടുള്ള നമ്മൾ അവിടുന്ന് ഹൈടെക് ആ ഭാഗം കഴിഞ്ഞ് ബിൽഡിങ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇങ്ങനത്തെ ഏരിയകളാണ് ഇവിടെ എല്ലാവരും. ഇതൊക്കെ പേ പാർക്കിംഗ് ആണ്. ഇതുവരെ നമ്മളെ ഭാഗത്ത് പേ പാർക്കിംഗ് ഏരിയ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ടില്ലേ. കാരണം നമ്മളവിടെ പ്രതീക്ഷിച്ച റെസ്റ്റോറൻറ്റ് അതിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നേരെ ചാടി ഇപ്പോൾ അടുത്തൊരു ലൊക്കേഷൻ കിട്ടിയിരിക്കണം അവിടെ കൂടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ. ഈ ഏരിയക്ക് അത്യാവശ്യം നല്ല സെറ്റ് വൈബ് ഏരിയ. വീണ്ടും നമ്മുടെ ഐക്കോണിക് ബിൽഡിങ് അതേ കാണുന്നു പിന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് മാറണുണ്ടല്ലോ. ചില നല്ല ഏരിയ മീൻസ് അത്യാവശ്യം റിച്ച് പോഷ് ഏരിയ. നമ്മളെ ഖത്തറിലെ വെസ്റ്റ് ബേ പോലെയൊക്കെ തന്നെ ഇവിടെ ബഹ്റൈൻ ബേ എന്ന് പറഞ്ഞ ഏരിയകളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ അല്ല. അത്യാവശ്യം ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ റോഡ് ചെയ്ത രീതിയിലുള്ള ഏരിയ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയ രീതിയിൽ ഒരു ലോക്കൽ ഏരിയ എന്നുള്ള രീതിയിൽ കാറ്റഗറി. അങ്ങനെ ലോക്കൽ എന്ന് പറയുമ്പോൾ എല്ലാം വൃത്തിയുണ്ട് സംഭവം. പക്ഷേ ബിൽഡിങ്ങൊക്കെ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തിൽ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ അതിൻ്റെ അകത്തൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഏതായിരുന്നു റെസ്റ്റോറൻറ്റ്? ആനന്ദ് ഭവൻ. കാരണം മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ലൊക്കേഷനിൽ എത്തിപ്പോയില്ല. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ അവരെ കൂട്ടാനും പോകണം. അപ്പോൾ അവരുടെ റൂമിൻ്റെ അടുത്താണ് വേറൊന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോയേക്കാം നമുക്ക്. ഏതാ വണ്ടി ഇലക്ട്രിക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ വേറെ സ്ട്രീറ്റ് എത്തില്ല. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ചായയുണ്ട്. ചെറിയ കോഫി ഷോപ്പാണ് ഈ ഏരിയ മൊത്തം കാണുന്നത്. ഇതുപോലെ അങ്ങനെ നമ്മൾ നീങ്ങി ഫുഡിൻ്റെ ഏരിയക്ക് എത്തിയിട്ടില്ലേ. ഫുഡിൻ്റെ ഏരിയക്ക് എത്തിയപ്പോൾ നോക്കിയപ്പോൾ ഫുഡ്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആവുന്നില്ലേ. ഫുള്ള് കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഏകദേശം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഇഷ്ടം പോകേണ്ടത് കാണുമോ കാണി. അപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമുക്ക് നമ്മളെ റെസ്റ്റോറൻറ്റ് കേട്ടില്ലേ ആനന്ദ ഭവൻ.
അപ്പം ഇന്നത്തെ ഫുഡ് ഇവിടുന്ന് അടിച്ചു നോക്കാം. ഫുഡിങ് കഴിഞ്ഞിട്ടില്ല ഇതേ കാണുന്ന ആനന്ദവാന്ന് ഫുഡിങ് കഴിഞ്ഞ് ഈ ഏരിയ അത്യാവശ്യം നല്ല സെറ്റ് ഏരിയ ആയിട്ട് ഇങ്ങോട്ട് പോകാൻ നിങ്ങൾ ഏകദേശം ഫുള്ള് ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റാണ്. ഈ ഭാഗം മൊത്തം ഫുഡിൻ്റെ സ്ട്രീറ്റാണ്. ഇത് നമ്മളെ വണ്ടി കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ വണ്ടി പോട്ടിൽ ഇവിടേക്ക് എല്ലാ വണ്ടിയും വരുന്നുണ്ടല്ലോ. ഇതേപോലെ കുവൈത്ത് ഇവിടെ ബഹ്റൈൻ്റെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ കളർ അതാട്ടില്ലേ. ഇത് നമ്മുടെ പിക്കപ്പ് അങ്ങനത്തെ വണ്ടി ഉണ്ടാവുമല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ അങ്ങനത്തെ വണ്ടിയുടെ നമ്പറാണ്. ഇത് നോർമൽ നമ്പർ ഇത് തന്നെ. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നത്. ആകെ ഫുള്ള് ചളിയായിട്ടില്ല ഈ വണ്ടിമേ. ഇത്രയും ചളിയാണ്. നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ സൈഡിൽ തന്നെ അത്. അപ്പോൾ ഇവിടുത്തെ കൗണ്ടേഴ്സൊക്കെ ഏകദേശം ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ. ഇത് നമുക്ക് ഒരു ഗൾഫിൻ്റെ ഫീലൊന്നും ഇല്ല ഈ ഏരിയ. ഈ ഏരിയ ഏകദേശം ഒരു തമിഴ്നാട്ടിലൊക്കെ എത്തിപ്പെടുമല്ലോ ആ രീതിക്കുള്ളൊരു ഫീല്. കാരണം ഇതിൻ്റെ ഡിസൈനൊക്കെ കേരള ടച്ചുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആ രീതിക്ക്. ഇതിൻ്റെ സ്ട്രീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഈ സ്ട്രീറ്റൊക്കെ. നല്ല വൃത്തിയുണ്ട് ഈ സ്ട്രീറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോവുകയാണ്. നമുക്കിനി നമ്മളെ ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഫ്രണ്ടിൻ്റെ കസിൻസാണ്. അപ്പോൾ അവരെ പിക്ക് ചെയ്തങ്ങാണ്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കണം. ഇവിടെ ബഹ്റൈനിൽ ഏതൊക്കെ നല്ല ലൊക്കേഷനൊന്നും ഇല്ലൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അവരെ കൂട്ടിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ നേരെ ആദ്യം അവരെ പോയെടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിൽ അത്യാവശ്യം എത്തിയ സമയത്ത് ഞങ്ങൾ ഏകദേശം 8-8:30 എത്തിയിരുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടുന്ന് ഉണ്ടായിരുന്നു. നമ്മൾ ദമാമെന്ന് ഒരു 7 മണിക്ക് നീറ്റ് ബഹ്റൈനിൽ 8:30-9 മണിക്ക് എത്തിയപ്പോൾ ഇവർ ഇവിടെ മുക്കറട്ട് ഉറങ്ങിയിട്ടില്ല, നീറ്റിട്ടില്ല, ഒരു മനുഷ്യൻ നീറ്റിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ വന്ന് ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരാകെ കുത്തിച്ചടിച്ച് ബെഡിൽ നിന്ന് ഇറക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പോണത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ഏതോ എന്ത് മുക്കടാ സുമതി മുക്കും പിന്നെ ഏതൊരു റോക്കും ഉണ്ട് പറഞ്ഞു. അപ്പോൾ ആ ഡ്രാഗൺ റോക്ക്. അപ്പോൾ ആ ഒരു ഡ്രാഗൺ റോക്ക് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കില്ല നമ്മൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വന്ന ഇവിടെ മ്യൂസിയം ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വന്ന വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോത്തിൻ്റെ കണ്ടിന്യൂസ് ഭാഗമായിട്ട് നമ്മൾ മുന്നേക്ക് പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.